ഹലോ, ഗുഡ് ഈവനിങ്. പിന്നെ വൈകുന്നേരത്ത് നല്ല മഴയായിരുന്നു കേട്ടോ, മഴയും കാറ്റും. അപ്പം അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചായയും ഒരു ചൂടോടെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നിയത്. അപ്പം അങ്ങനെ എന്താ കഴിക്കാമെന്ന് ഇരിക്കുമ്പോഴാണ് നന്ദോട്ടി പറയുക, എന്താണ്ട് കേട്ടില്ലേ? എന്നാൽ പിന്നെ നമുക്കൊരു ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പോയാലോ? പോവാം എന്നാ വായോ. അപ്പം നന്ദൂട്ടിക്ക് അങ്ങനെ ഞാൻ കിച്ചണിൽ കയറും മുന്നേ ആളിവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നന്ദൂട്ടി ഫുൾ ബിസിയാണ് കേട്ടോ. ആളെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇടയ്ക്കൊക്കെ അതൊന്നും എടുത്ത് കടിച്ചു നോക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട വെജിറ്റബിൾസൊക്കെ നമുക്ക് ആദ്യം കളക്ട് ചെയ്തിട്ട് വരാം. ഞാൻ പൊതുവേ വെജിറ്റബിൾസ് ഒന്നും അധികം കഴിക്കാത്ത ആളാണ് കേട്ടോ. ഞാൻ എനിക്ക് എന്തെങ്കിലുമൊക്കെ നോൺ വെജ് വേണം എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇതേപോലെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ മാക്സിമം അതിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറേ ആയിട്ട് പറിക്കണം എന്ന് വെച്ച് വെച്ചാൽ നമ്മുടെ ക്യാബേജാണ്. ഞാൻ സീസൺ കഴിഞ്ഞിട്ടാണ് നട്ടതുകൊണ്ട് എനിക്കത്ര വലിയ ക്യാബേജൊന്നും ഉണ്ടായില്ല കേട്ടോ. എനിക്കുണ്ടായതൊക്കെ കുഞ്ഞു കുഞ്ഞു ക്യാബേജുകളാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഫ്രഷ് ആയിട്ടൊരു ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓണിയൻസ്, ക്യാരറ്റ്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, വാട്ടെവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിരുന്നിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട്, അതുപോലെ ഗാർലിക്, പിന്നെ നമ്മുടെ ഫ്രഷ് കറി ലീവ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ അതിൽ. ആദ്യം നമ്മളൊരു കടായി വെച്ചിട്ട് അത് നന്നായി ചൂടായ ശേഷം കുറച്ച് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. പിന്നെ ഗാർലിക് ഇട്ട് കൊടുക്കാം. നന്നായി ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കറി ലീവ്സും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൽ. ഇതെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് എണ്ണയിൽ മൂത്ത് വരണം. അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഉപ്പുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേറെ മസാലസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഉണ്ടല്ലോ, ഞാനിത് ചിക്കൻ വന്നിട്ട് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ വേവിച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അതിലാണ് ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കനിൽ ജസ്റ്റ് ഉപ്പും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ്റെ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്. പിന്നെ നമുക്ക് അതിൽ സെൻറ്ററിലൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു മുട്ടയും കൂടി ഞാനൊരു ആർഭാടത്തിന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം ഞാനത് ഒഴിച്ചു. എന്നിട്ട് നമുക്കത് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. മുട്ട നന്നായിട്ട് അവിടെ കിടന്ന് ഒന്ന് വെന്ത ശേഷം സ്ക്രാമ്പിൾ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ആ വെജിറ്റബിൾസിലൊക്കെ പറ്റിപ്പിടിച്ചത് നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും, അങ്ങോട്ട് കുഴഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് അത് കുക്കായി വരാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഇതേപോലെ സെൻറ്ററിൽ ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ആ ചിക്കൻ നന്നായിട്ട് പൊടിയാക്കിയിട്ട് അതും നമുക്ക് ഇതിലിട്ട് മിക്സ് ചെയ്യാം. പിന്നെ എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഗരം മസാലയും ഒരു പിടി നിറച്ച് മല്ലിയിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ മല്ലിയില നമ്മൾ ഇട്ടതും അതേപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം കേട്ടോ. എന്നാൽ അതിൻ്റെ ഫ്ലേവർ മുഴുവൻ അതിലോട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി കിട്ടും. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതേപടി നമുക്കിത് ഫില്ലിങ് വെക്കാനുള്ള ദോശ ഉണ്ടാക്കി കൊടുക്കാം. ദോശ പറഞ്ഞാൽ ഇതിൽ നമ്മൾ മൈദ മാവും പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായി വെള്ളം പോലെ കലക്കി എടുത്തിട്ടുള്ള മാവാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഇട്ടപ്പോൾ ഒന്ന് കട്ടിയായിപ്പോയി. പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ലൂസ് ചെയ്തെടുത്തു കേട്ടോ മാവ്. നിങ്ങളിതിന് ഇതേപോലെ ഈ ബാറ്റർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ദോശ ചുട്ടെടുക്കുമ്പോൾ അതിന് ഒരു സൈഡ് മാത്രം മറിച്ചിട്ടാൽ മതി കേട്ടോ. അത് ഇതേപോലെ ഇങ്ങനെ വൺ സൈഡ് മാത്രം കുക്കായാൽ മതി. ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ വരും, കുഴപ്പമില്ല. നമ്മൾ റെഡി ആവുന്നവരെ ഇതേപോലെ ചുട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് റെഡി ആവുന്ന വരെ നമുക്കിത് ചുട്ടെടുക്കാം. എൻ്റെ ആദ്യമൊക്കെ എനിക്ക് കുറേയൊക്കെ പൊട്ടി പോകുന്നായിരുന്നു ദോശ. പക്ഷേ ലാസ്റ്റ് ആകെ ബെറ്ററായിട്ട് വന്നു കേട്ടോ എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾ ആ ബാറ്റർ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം കൂടി അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഇതേപോലെ ചുട്ടെടുക്കുകയാണെങ്കിൽ നീറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഈ ചുട്ട് വരുമ്പോഴുള്ള ഇടയിലുള്ള ഹോൾസൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ ഇതിങ്ങനെ മുകളിൽ ഇടുമ്പോൾ ഒട്ടി പിടിക്കുമോ എന്നുള്ള വിഷയം വേണ്ട. അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. വൺ സൈഡ് ആണ് കുക്ക് ചെയ്തിട്ടുള്ളത് എങ്കിലും നമുക്കത് ഈസി ആയിട്ട് തന്നെ വിട്ട് പോരും കേട്ടോ.
അപ്പം നമ്മുടെ ബാറ്റർ മുഴുവൻ ഇതേപോലെ നമ്മൾ ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഇതേപോലെ പെർഫെക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോഴോ നമുക്കത് ബെറ്ററായിട്ട് കിട്ടത്തുള്ളൂ. കണ്ടോ, ഇതിങ്ങനെ ഒട്ടാതെ തന്നെ നമുക്കത് വിട്ട് വരുന്നത് കണ്ടോ. ഇനി നമുക്ക് അതിൽ വേണ്ട ഫില്ലിങ്സ്, ഒരുപാട് ഫില്ലിങ്സ് വെക്കേണ്ട, പിന്നെ നമുക്കത് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാകും. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് മടക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഇതിപ്പോൾ റോൾ ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ പൊട്ടി പോവുകയാണെന്ന് വിചാരിച്ച് ടെൻഷനൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിലത് പൊട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫില്ലിങ്സ് കുറച്ച് വെച്ചിട്ട് നമുക്കത് റോൾ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ സെക്കൻഡ് കോട്ടിങ് വരുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട. നമുക്ക് അപ്പോൾ ബാക്കിയുള്ള ഹോൾസൊക്കെ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ വേണം, ഞാൻ സെക്കൻഡ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ്, നമ്മൾ കട്ട്ലേറ്റൊക്കെ കോട്ട് ചെയ്യുന്ന പോലെ ആദ്യം എഗ്ഗ് ബീറ്റ് ചെയ്തതിൽ ഒന്ന് റാപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് അമർത്തി പിടിച്ച് പ്രസ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോൾസൊക്കെ ഒരുവിധം അതിൽ ഫില്ലായി കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയിലിടുമ്പോൾ അത് പൊട്ടി പുറത്ത് പോവോ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ നന്നായിട്ടൊന്ന് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അതേപടി അങ്ങനെ നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചൂടോടെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. പിന്നെ അധികം ഹൈ ഫ്ലെയിമും അല്ല എന്നാൽ ലോ ഫ്ലെയിമിൽ അല്ല എന്നുള്ള, എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം അതിൻ്റെ ആ ക്രംസൊക്കെ എണ്ണയിൽ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഹൈ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കാം. ഞാൻ ഇടയിലൊരു സമൂസ കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്ദൂട്ടിക്കാണ്. നന്ദൂട്ടിക്ക് ചിലപ്പോൾ ഇഷ്ടാവോ എന്നറിയില്ല, അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടൊരു സമൂസ കൂടി ഉണ്ടാക്കുന്നുണ്ട്. അവൾക്കിങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ ആ മൊരി ചുറ്റോട് വെക്കുന്ന ആ തൊലി എന്ത് കൊടുത്താലും അതിൻ്റെ ആ ചുറ്റോടുള്ളത് മാത്രം കടിച്ച് തിന്നാനുള്ള ടെൻഡൻസിയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഫില്ലിങ്സ് കഴിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ മറിച്ചിട്ടിട്ട് അതേപോലെ ഒരു മീഡിയം ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ തന്നെ കോരി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമുള്ള ഞാൻ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ഒരാളവിടെ ഫുള്ള് തുടയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അടിച്ചുവാരി ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ ആൾ ഫുള്ള് ഇരുന്ന് തുടയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കണ്ടില്ല. അവൾ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ അവൾ ഞാനും പിന്നെ നിരുത്സാഹപ്പെടുത്താനൊന്നും പോയില്ല, ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് വിട്ടു. പിന്നെ അവളതൊക്കെ നീറ്റായിട്ട് തന്നെ തുടച്ചിട്ട് ആ കോണറിൽ പോയിരുന്ന് അതൊക്കെ കണ്ടിങ്ങനെ ആത്മനിർവൃതി അടയാന്ന് പറയില്ലേ, അതുപോലെ കുറേ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി നമ്മുടെ റോളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ നന്ദൂട്ടിക്ക്. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നന്ദൂട്ടിക്ക് പിന്നെ പറയണ്ടല്ലോ, അവൾക്കത് കൊടുക്കുന്നതിന് മുന്നേ നന്നായിരുന്നു എന്ന് പറയാനുള്ള എക്സ്പ്രഷൻ ഇട്ടിങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾ ഒരു റോളൊക്കെ മുഴുവനായിട്ട് ഇരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും പാത്രങ്ങളും തമ്മിലായിരുന്നു കേട്ടോ അവിടുത്തെ യുദ്ധം. അതല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം, കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കുമ്പോൾ മാത്രമാണ് കേട്ടോ നമ്മളത് അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക.